ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ആശ്വാസം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പൊതു താത്പര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നുമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ താത്കാലിക ഉത്തരവ്. അപ്പീലിൽ വേനൽ അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനെ കോടതി വിലക്കി. അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി ശാശ്വത പരിഹാരത്തിനുള്ള സർക്കാർ നടപടിയിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച കമ്മീഷന്റെ പ്രവർത്തനം സർക്കാർ 3 മാസം കൂടി നീട്ടിയിരുന്നു. മുനമ്പം നിവാസികളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനിടയിലാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. 24 കൊച്ചി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് നിയമമന്ത്രി P. രാജീവ്. കമ്മീഷൻ അതിവേഗം പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. മെയ് 30-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാതെ തന്നെ മുനമ്പം വിഷയം സർക്കാരിന് അവസാനിപ്പിക്കാമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്കിനി സമയം വേണ്ടിവരുമോ, പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി, ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. ഒരു വലിയൊരു അമെൻമെന്റ് എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ ഓർഡർ നേരത്തെ ഫൈനലായിരുന്നു. ഇപ്പം അതിന് മുകളിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലുണ്ട്. അതുകൊണ്ട് ഒരു ലെയർ വലിയ അപ്പീലുണ്ട് ഹൈക്കോടതിയിലേക്ക്. അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് അത് പാർട്ടീസിന്. അതെന്ന് വെച്ചാൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ കോടതിയിൽ അപ്പീൽ കൊടുക്കാമല്ലോ, നേരത്തെ അപ്പീലില്ലായിരുന്നു. മുനമ്പം പോലുള്ള വിഷയങ്ങളുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. അതൊക്കെ ലെഫ്റ്റ് ടു ദാറ്റ് സ്റ്റേറ്റ് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. മുനമ്പത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമുള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുനമ്പത്ത് ഭൂമി വാങ്ങിയ ആരെയും കുടിയൊഴിപ്പിക്കരുതെന്നും ഹർജിയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച BJP നേതാവിന്റെ വീടിന് പ്രതിഷേധക്കാർ തീയിട്ടു. വഖഫ് നിയമം ഭരണഘടനാ ലംഘനവും മുസ്ലിം വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഹർജി. നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരാണ്. മുനമ്പം വിഷയം സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ടതാണെന്നും ലീഗ് നേതാക്കൾ. മുനമ്പം പോലുള്ള വിഷയങ്ങളുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. അതൊക്കെ ലെഫ്റ്റ് ടു ദാറ്റ് സ്റ്റേറ്റ് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. മുനമ്പത്ത് ഭൂമി വാങ്ങിയ ആരെയും കുടിയൊഴിപ്പിക്കരുതെന്നും മതസൗഹാർദ്ദത്തെ ബാധിക്കാതെ പ്രശ്നപരിഹാരം കാണണമെന്നാണ് നിലപാടെന്നും ഹർജിയിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന മുസ്ലിം ലീഗിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട മണിപ്പൂർ BJP ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് അസ്കർ അലിയുടെ വീടിന് ഒരു കൂട്ടം ആളുകൾ തീയിട്ടു. ഉത്തർപ്രദേശ് മുസാഫർ നഗറിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച 300 പേർക്ക് പോലീസ് നോട്ടീസ് നൽകി. 24 ഡൽഹി. വഖഫ് ബോർഡിന്റെ നടപടി ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാം. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലാണ് ഇതിന് അനുമതി നൽകിയത്. നിലവിലെ ഹർജിയിൽ കക്ഷി ചേരാതെ പ്രത്യേക ഹർജി നൽകണമെന്നാണ് മറുഭാഗത്തിന്റെ വാദം. വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രിബ്യൂണൽ ഉത്തരവെന്ന് മുനമ്പം സംരക്ഷണ സമിതി പ്രതികരിച്ചു.
തലമുറകളായി ഞങ്ങളവിടെ ജീവിച്ചു പോരുന്നു. 1955 തുടങ്ങി ഫറൂഖ് കോളേജ് ഞങ്ങൾ വെച്ച തെങ്ങുകൾ കയറുകയും അവരോട് കേസുകൾ പറയുകയും പറഞ്ഞ കേസുകളെല്ലാം ഫറൂഖ് കോളേജ് വിജയിക്കുകയും ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കോടതികളെല്ലാം അടിവരയിട്ട് പറയുകയും ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി 1989-90 കാലഘട്ടത്തിൽ അവർ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങാൻ കാരണം. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിൽ ഈ നിയമ പോരാട്ടം, ഈ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇന്നത്തെ ഉത്തരവല്ലേ? തീർച്ചയായും മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്, വിധി തന്നെയാണ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിന്നും വന്നിട്ടുള്ളത്. വഖഫ് ബോർഡ് നടപടി, അതായത് ഈ മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ചതും പിന്നീട് വഖഫായി രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത്തരത്തിൽ ഒരു ഹർജി കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയിൽ കക്ഷി ചേരണമെന്നായിരുന്നു മുനമ്പം നിവാസികളുടെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ ട്രിബ്യൂണൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഏറെ സന്തോഷമുണ്ട്. സത്യം ജയിക്കും എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ വിധിയെന്നും മാത്രമല്ല, രാവിലെ മുനമ്പം കമ്മീഷനെ തുടരാനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയും മുനമ്പം നിവാസികളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്, എത്ര കള്ളം സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല എന്ന ഒരു വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രിബ്യൂണൽ ഉത്തരവ് എന്നാണ് മുനമ്പം സംരക്ഷണ സമിതി ഈ വിധി വന്ന ശേഷം പ്രതികരിച്ചത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. നാളെയാണ് സംസ്കാരം. അലൻ ജോസഫിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം സർക്കാർ ഉടൻ കൈമാറും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനം വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിൽ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. ഇവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഇവർക്ക് വിവരം കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുത്. ഞങ്ങൾ പറയണം, നിങ്ങൾ തയ്യാറാക്കിയ ഈ സംവിധാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിംഗ് ആണ് ഇപ്പോൾ വന്ന പ്രശ്നം. കാട്ടാന ആക്രമണത്തിൽ അലൻ ജോസഫ് കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. CPIM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത പ്രാദേശിക ഹർത്താൽ പൂർണ്ണം. അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി. ഇതിനിടെ വനം വകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ A പ്രഭാകരൻ MLA-ക്ക് നേരെ ചിലർ പ്രതിഷേധിച്ചു. ഒടുവിൽ 5 ലക്ഷം രൂപ ഉടൻ തന്നെ അലൻ ജോസഫിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ സർക്കാർ നൽകുമെന്നും പ്രഖ്യാപനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാവരുടെ ശ്രദ്ധയിലും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്, ഇനിയും പെടുത്തും. എന്നാൽ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർക്ക് പുറമെ പോലീസുകാരെ അടക്കം ഉപയോഗപ്പെടുത്തി അതിനെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അലന്റെ മരണത്തിൽ പ്രതിഷേധിച്ച BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അലൻ ജോസഫിന്റെ മൃതദേഹം പാലക്കാട് പാലന ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് സംസ്കാരം. കാട്ടാനാക്രമണത്തിൽ പരുക്കേറ്റ അമ്മ വിജി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. കണ്ണൂരിൽ പൊട്ടിയൊലിക്കുന്ന മുറിവുമായി ആനയെ 3 മണിക്കൂറോളം എഴുന്നള്ളിച്ചു. തലാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഈ സംഭവം. നാട്ടാന സംരക്ഷണ സമിതി വനം വകുപ്പിന് പരാതി നൽകി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന കൊടും ക്രൂരത. മംഗലംകുന്ന് ഗണേശൻ എന്ന അവശനായ ആനയാണ് പരുക്കു വകവെക്കാതെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും മുറിവുകൾ. കാലിലെ മുറിവ് പഴുത്ത നിലയിൽ. നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആനയെ 3 മണിക്കൂറോളം എഴുന്നള്ളിച്ചു. ആന എഴുന്നള്ളിപ്പിന് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു ക്രൂരത. അതിന് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആന ഇരിക്കുന്നത്. അതുമാതിരി തന്നെ അതിന്
കാലുകളിൽ വലിയ വ്രണമുണ്ട്. അതിൻ്റെ അകത്തേക്കൊക്കെ തുണിയൊക്കെ കുത്തി തിരികിയിട്ടാണ് വന്നിരിക്കുന്നത്. ആനയുടെ മുകളിൽ ആൾക്കാർ ഇരുന്നു കൊണ്ട് നൊണ്ടിയിട്ടാണ് ഈ ആന എഴുന്നള്ളിച്ചിരിക്കുന്നത്. 24 കണ്ണൂർ. ആശാ വർക്കേഴ്സ് സമരത്തിലെ സർക്കാർ അനുകൂല നിലപാടിൽ INTUC സംസ്ഥാന അധ്യക്ഷനെ താക്കീത് ചെയ്ത് KPCC. പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്ന് R ചന്ദ്രശേഖരന് K സുധാകരൻ നിർദ്ദേശം നൽകി. ആശാ വർക്കേഴ്സ് ഇന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തും. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ നിരന്തരമായി ആശാസമരത്തെ അധിക്ഷേപിക്കുന്ന പശ്ചാത്തലത്തിലാണ് KPCCയുടെ ഔദ്യോഗിക ഇടപെടൽ. പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ R ചന്ദ്രശേഖരനെ താക്കീത് ചെയ്തു. INTUCയെ സർക്കാർ വിലാസം സംഘടനയാക്കരുതെന്ന് K മുരളീധരന്റെ മുന്നറിയിപ്പ്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് INTUC. അതിനെ സർക്കാർ വിലാസം സംഘടനയാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അക്കാര്യത്തിൽ 101% പാർട്ടി ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് KPCC അധ്യക്ഷൻ ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. സമരവേദിയിൽ വെച്ച് R ചന്ദ്രശേഖരനെ അധിക്ഷേപിച്ച് SUCA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S രാജീവ് രംഗത്തെത്തി. INTUC എന്ന് പറയാൻ പറ്റില്ല. ഒരു ചന്ദ്രശേഖരൻ, ഇളമരം കരിമിന്റെ കച്ചത്തെ പെടലി വെച്ചിരിക്കുന്ന ഒരു ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണല്ലോ INTUCയുടെ നിരവധി സംഘടനകൾ ഇവിടെ ഐക്യദാർഢ്യവുമായി വന്നത്. അന്ന് ചന്ദ്രശേഖരൻ വന്നില്ല. തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായി സമരക്കാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മന്ത്രിയുടെ ചേംബറിൽ വെച്ച് വൈകുന്നേരം 3 മണിക്കാണ് കൂടിക്കാഴ്ച. 24 തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 6ാം ദിവസവും തുടരുകയാണ്. കൈയും കാലും കൂട്ടിക്കെട്ടി പ്ലാവില തൊപ്പിയും വെച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 12 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ക്ഷയനപ്രദക്ഷിണം, ഇന്നലെ കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം. കടുപ്പമേറിയ സമരം ഇന്നും തുടരുകയാണ് ഈ പെൺകുട്ടികൾ. കൈയും കാലും പരസ്പരം ചേർത്ത് കൂട്ടിക്കെട്ടിയായിരുന്നു ഇന്നത്തെ സമരം. വിലങ്ങിന് പകരം പ്രതീകാത്മകമായാണ് ഇങ്ങനെ ചെയ്തത്. പോലീസ് തൊപ്പിക്ക് പകരം പ്ലാവില തൊപ്പി തലയിലേന്തി. നിരാഹാര സമരം 6 ദിവസം പിന്നിട്ടു. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. ഞങ്ങൾക്ക് ഒരു കക്ഷികളില്ല, ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളാണ് ഞങ്ങളുടെ സംഘടന. അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സംഘടനകൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തെരുവിലേക്ക് കിടക്കും. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത്. ഞങ്ങൾ എല്ലാവരും വെളുപ്പിനെ, എനിക്ക് തോന്നുന്നു ഒരു 3 മണിയായി കാണും. ആ സമയത്ത് ഞങ്ങൾ എണീറ്റ് ടാർപ്പ പൊളിച്ച് എല്ലാവരും ആ വെളുപ്പിനെ അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. സംഘടനകളോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ? ഈ മാസം 19-നാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയത്. നിയമന കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരത്തിന്റെ ആവശ്യം. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി 570-ലധികം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട്. 24 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കടക്കണിയിൽ മുക്കിയത് ലോൺ ആപ്പുകളെന്ന് മാതാവ് ഷെമിയുടെ വെളിപ്പെടുത്തൽ. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം ലോൺ ആപ്പിലടക്കം 3 പേർക്ക് പണം തിരികെ നൽകാനുണ്ടായിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്നും അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഷെമി 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. പിന്നെ മോൻ കഴുത്തിലെഴുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയി അവൻ. ഫെബ്രുവരി 24 ഷെമിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദിവസമാണ്. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ തന്നുവെന്ന് ഷെമി സംശയിക്കുന്നു. അന്ന് തനിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഷെമി. എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. 25 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. വീടും വസ്തുവും വിറ്റ് കടം തീർക്കാമായിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ലെന്നും ഷെമി. കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. അഫാൻ ലോൺ ആപ്പുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. പോക്കറ്റ് എന്ന ആപ്പിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ഫെബ്രുവരി 23-നും 24-നും ഫോൺ വിളികൾ വന്നു. അതിന്റെ ടെൻഷൻ അഫാനിലുണ്ടായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. അഫാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും ബന്ധുവിന്റെ പക്കൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടക്കേണ്ടത് കൂട്ടക്കൊലപാതകം നടന്ന ദിവസം തന്നെ ആയിരുന്നുവെന്നും ഷെമി വെളിപ്പെടുത്തി. എനിക്ക് പറ്റൂല, എനിക്ക് ക്ഷമിക്കാൻ. എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു. ക്യാമറാമാൻ സിറിലിനും ജിതിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലെത്തിയെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ ഈ നടപടി. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ഹർജി തള്ളിയത്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണം നടക്കാൻ CBI അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം. നിലവിൽ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. വിചാരണ വൈകിപ്പിക്കാനാണ് ഹർജിയെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. 2019 സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയതിനെ തുടർന്ന് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. 24 കൊച്ചി. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഏത് ജാമ്യ വ്യവസ്ഥയും അനുസരിക്കാമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് തടയണമെന്നുമാണ് നടന്റെ പ്രധാന ആവശ്യം. നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാമെന്നും നടൻ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ എക്സൈസ് പരിശോധനയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ എന്ന യുവതിയെ പിടികൂടിയത്. നടൻ ശ്രീനാഥ് ഭാസിക്കടക്കം ലഹരി വസ്തുക്കൾ നൽകിയതായും ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചതായും തസ്ലിമ മൊഴി നൽകിയിട്ടുണ്ട്. ലഹരിക്കേസിൽ നടന്മാരുടെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത്. താൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളല്ല എന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ മൊഴി വ്യാജമാണെന്നും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി. ശ്രീനാഥ് ഭാസിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. 24 കൊച്ചി. ഇപ്പോൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ കൊച്ചിയിലെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. എറണാകുളം കളക്ടറേറ്റിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു പ്രവർത്തകർക്ക് നേരെ. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കാക്കനാട് നിന്ന്. ശ്യാമം, അവിടെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിനൊക്കെ ശേഷം പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണോ? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരിക്കും അല്ലേ? വിജയകുമാർ, നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അവർക്ക് ചുറ്റും നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞിരുന്നു. അതിന് പിന്നാലെ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർച്ചയായി ഏകദേശം 10 മിനിറ്റോളം ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനായി പോലീസ് എത്തിയിരിക്കുന്നത്. നിലവിൽ അവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. എറണാകുളം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് ചെറിയ സംഘർഷമുണ്ടായത്. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24-ന്റെ പോരാട്ടം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles.
ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര ജനകീയ പങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ഇന്നത്തെ പര്യടനം ചേലക്കരയിൽ നിന്ന് തുടങ്ങി. വൈകുന്നേരം അരിമ്പൂരിൽ നടക്കുന്ന ജനകീയ സദസ്സോടെ യാത്ര പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. ചേലോടെ ചേലക്കര പറയുന്നു അരുതക്രമം അരുതു ലഹരി. കേരള യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ദിനവും ആവേശത്തോടെ പൊതുജനം ലഹരിക്കെതിരെ കൈകോർത്തു. ചേലക്കരയിൽ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. സന്തോഷം. ചേലക്കര നമ്മുടെ സ്വന്തം കരയല്ലേ? ചേലുള്ള കരയാണ്. നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദാചാര പോലീസാവും. അങ്ങനെ ഒരു പേടിയുണ്ട്. പല കേസുകളും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് തിരിച്ച് നമ്മുടെ പേർക്ക് വരുമോ എന്നുള്ളൊരു പേടി. നീ വലിയവനായെന്ന് പറയും, അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രതികരിക്കാൻ. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഈ 24 അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. ചേലക്കര SMT സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. ഞങ്ങളെയും ഞങ്ങളുടെ സ്കൂളിനെ ഈ യാത്രയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചു. അതിന് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. ലഹരിക്കെതിരായ 24 ഇടപെടലുകളെ അഭിനന്ദിച്ച് K രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും എല്ലാ വിജയാശംസകളും. നമുക്ക് കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ അതിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ പരമസത്യമാണ്. നമുക്ക് കോവിഡും പ്രളയം എല്ലാം മറികടന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് നിൽക്കും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. ചേലക്കരയിൽ ഞങ്ങളും തുറക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്ത് വാർഡ് അടിസ്ഥാനത്തിൽ പോലെ വീട് എത്തണം തക്ക രീതിയിലുള്ള രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വൈകുന്നേരം അരിമ്പൂരിൽ നടക്കുന്ന ജനകീയ സദസ്സോടെ യാത്ര പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. 24 തൃശൂർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്രക്കിടെ ജനകീയ ഇടപെടൽ. കുത്താമ്പുള്ളിയിലെ ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കള്ള് ഷാപ്പ് 24 ഇടപെടലിനെ തുടർന്ന് മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമായി. നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് 24 ഈ വിഷയത്തിൽ ഇടപെട്ടത്. കുത്താമ്പിള്ളിയിലെ കള്ള് ഷാപ്പ് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. വിവിധയിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും അനുകൂല ഇടപെടലുകൾ ഉണ്ടായില്ല. SKN40 കേരള യാത്രക്കിടെ ജനങ്ങൾ വിഷയം അവതരിപ്പിച്ചു. ഇവിടെ ആൾക്കാർ കള്ളും കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട്. ഓരോ സമയം ചാവുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇതിന് പുഴയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കടയ്ക്ക് പോകാൻ പറ്റുന്നില്ല. കുട്ടികൾ ഇവിടെ വന്നാൽ കളിക്കാൻ പറ്റില്ല. അവര് വായിൽ വന്ന് തെറികളൊക്കെ പറയാം. കള്ള് ഷാപ്പ് എടുക്കണം, അവിടെ നിന്ന് കള്ള് ഷാപ്പ് മാറ്റണം. വഴി കൂടെ പോകുമ്പോൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഷാപ്പ് ഉടമകളുമായി ചർച്ച നടത്തി. യോജിച്ച സ്ഥലം കിട്ടിയാൽ ഉടൻ ഷാപ്പ് മാറ്റി സ്ഥാപിക്കാമെന്ന ഉറപ്പും ലഭിച്ചു. 40 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന 40 വർഷം മേലെയായി ഉള്ള കള്ള് ഷാപ്പാണ്. ഒരു വിപരീം പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകളൊക്കെ വളർന്നപ്പോഴും പിന്നെ അതേമാതിരി പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോഴും ഇവർക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയാണ്. അല്ല ഞങ്ങളെപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടി നിങ്ങൾ മാറും. സ്ഥലം പിന്നെന്താ അതിന് സംശയം എന്താ? വേറെ സ്ഥലം കിട്ടിയ അപ്പോൾ മാറില്ല നമ്മള്. 24 ഇടപെടലിന് നാട്ടുകാരുടെ നന്ദി. സ്ഥലം കിട്ടിയ എപ്പോ വേണമെങ്കിൽ മാറാം സാറേ, അതിൽ സംശയം എന്താ? മാറാൻ തയ്യാറാണ് വെച്ചാൽ സ്ഥലം നോക്കി കൊടുക്കാം. അതിൽ സംശയമില്ല. ഓ യെസ്, ഓക്കെ. ഞങ്ങൾ സ്ഥലം കിട്ടും. കുത്തമ്പള്ളി നെയ്ത്തുഗ്രാമത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ കേരള യാത്ര പര്യടനം നടത്തി. കുത്താമ്പള്ളി ഗ്രാമം തെരഞ്ഞെടുത്ത് വന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ഒരു പ്രോത്സാഹനമാണ്. ഈ കാലഘട്ടത്തില് നമ്മുടെ ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളികളാവേണ്ട യുവജനങ്ങൾ യുവത്വം ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാവാൻ പാടില്ല. അതിനെതിരെ നമുക്ക് കൃത്യമായി പോരാടണം. ആ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ലഹരിയെ പടിക്കു പുറത്ത് നിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ ഗ്രാമം. 24 തൃശൂർ.
ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24. ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800-425-4295 ആണ് ടോൾ ഫ്രീ നമ്പർ. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ യുവാവിന്റെ ഗുണ്ടായിസം. ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കളമശ്ശേരിയിൽ നിന്നും വൈറ്റിലയിലേക്ക് പോയ ബസ്സിലായിരുന്നു യുവാവിന്റെ ഈ ഗുണ്ടായിസം. ഒന്നാമത്തെ ഗുണ്ടെന്നുള്ള പേര് വീണ് ഇതിൽ കൂടുതൽ ഗുണ്ടായിസം കാണിക്കാൻ എനിക്ക് പറ്റൂല വച്ചാണ്. എടപ്പള്ളി കലൂര് വൈറ്റില കൈമാറ്റി മാറ്റട. എന്റെ പാട്ടിയാക്കാം സെറ്റ് ഓഫ് ചെയ്തോ, ഞാൻ പാടാം. അമുതക്കട ഉണക്കിതോ, ആറാമണി ഉണക്കിതോ, ഏ കൺമണി ഉണക്കിതോ, ഏ തങ്കോ ഉണക്കിതാണ്. പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് ആണ് ഈ സംഭവം. കാറിന്റെ ഡോറിൽ ഇരുന്നായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ യാത്ര നടത്തിയത് യുവാക്കൾ? വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് കടക്കുമോ? ണ്ട് വിജയകുമാർ, ഈ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചില ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ വാഹനത്തിന് നമ്പർ ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത പിന്നീട് കുറച്ച് അധികം കൂടി അന്വേഷിച്ച ശേഷം നൽകാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇപ്പോൾ ആ വാഹനത്തിന് നമ്പർ അടക്കം KL09 രജിസ്ട്രേഷനുള്ള നമ്പർ അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളടക്കം നമുക്ക് നൽകാവുന്നതാണ്. ഏതാണ്ട് 4-5 യുവാക്കൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ വാഹനം ദേശീയപാതയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം ഈ യുവാക്കൾ നടത്തിയിട്ടുള്ളത്. അത് നേരെ തിരിഞ്ഞ് കൊല്ലങ്കോട് റോഡിലേക്ക് പോകുന്നതുവരെയും സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം തുടർന്ന് ഈ ദൃശ്യങ്ങൾ ഒരു ബസ്സിലെ ഡ്രൈവർ ഈ ദൃശ്യങ്ങൾ തൊട്ടപ്പുറത്തെ ആളോട് പകർത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി യുവാക്കൾ പിന്നെ ഉള്ളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും വാഹനത്തിന്റെ നമ്പർ അടക്കം ഈ ഒരു ഘട്ടത്തിൽ RTOയുടെ പക്കലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നും വിപണികളെ കൂട്ടത്തകർച്ചയിലേക്ക് തള്ളിയിട്ടു. ഇന്ത്യൻ ഓഹരി സൂചികകൾ 4% ഇടിഞ്ഞു. 20 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത്. ഏഷ്യൻ വിപണികളാകെ ഇന്ന് വലിയ തകർച്ചയിലാണ്. അമേരിക്കൻ തീരുവ യുദ്ധമുണ്ടാക്കിയ ആഘാതത്തിൽ കൂട്ടത്തകർച്ചയിലാണ് ലോകമാകെ വിപണികൾ. ആഗോള മാന്ദ്യഭീതി ശക്തം. വെള്ളിയാഴ്ച അമേരിക്കൻ വിപണിയിലുണ്ടായ വൻ ഇടിവ് ഇന്നത്തെ തകർച്ചയുടെ മുന്നറിയിപ്പായിരുന്നു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് 3183 പോയിന്റും നിഫ്റ്റി 1727 പോയിന്റും ഇടിഞ്ഞു. ഒരു ഘട്ടത്തിൽ വീഴ്ച 5% വരെയായിരുന്നു. എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ്. ജപ്പാൻ, ഹോങ്കോങ് തുടങ്ങി ഏഷ്യൻ വിപണികളുടെ കാര്യം ഇന്ത്യൻ വിപണിയേക്കാൾ കഷ്ടമാണ്. ഡോളറിനെതിരെ രൂപ ഇന്ന് കൂടുതൽ ദുർബലമാവുകയും ചെയ്തു. ബുധനാഴ്ച പുറത്തുവരുന്ന റിസർവ് ബാങ്കിന്റെ പുതിയ പണനയത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ തകർന്നു നിൽക്കുന്ന ഇന്ത്യൻ വിപണിക്ക് അതൊരു ആശ്വാസമാകും. വിപണിയിലെ ഈ കറുത്ത തിങ്കൾ ഒരു ദിവസത്തെ മാത്രം പ്രതിഭാസമാകില്ല. വരും ദിവസങ്ങളിലും ഇതേ തിരിച്ചടി വിപണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പകരച്ചുങ്കത്തിൽ ഇളവ് തേടി 50ഓളം രാജ്യങ്ങൾ സമീപിച്ചെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. നികുതി പരിഷ്കാരത്തിൽ ട്രംപ് സർക്കാരിൽ നിന്ന് കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കുകയാണ് വിപണികളും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. 50 രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിനില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള താരിഫ് ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് ഇന്ത്യയുടെ വിലയിരുത്തൽ. ആഗോളതലത്തിൽ ചർച്ചയായി കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തെ പ്രതിരോധിച്ച് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ എത്തിയിരിക്കുകയാണ്. 50ലധികം രാജ്യങ്ങൾ ചർച്ചകൾക്കും വിലപേശലിനുമായി ഇതിനോടകം വൈറ്റ് ഹൗസിനെ സമീപിച്ചു കഴിഞ്ഞുവെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ന് പറയുകയുണ്ടായി. Market reaction. Look, we get these short-term market reactions from time to time. The market consistently, the
estimates Donald Trump. എന്നാൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ പുറത്തുവിടുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. താരിഫിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയെ ബെസൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. Doesn't have to be a recession. Who knows how the market is going to react in a day, in a week. What we are looking at is building the long-term economic fundamentals for prosperity. അമേരിക്കയിലെത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന ചുങ്കമായ 10% US കസ്റ്റംസ് ശനിയാഴ്ച മുതൽ ചുമത്തി തുടങ്ങി. ഇന്ത്യക്കെതിരെ ചുമത്തിയ 26% താരിഫിന് പകരം ചുങ്കം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. India, very, very tough, very, very tough. They're not treating us right. They charge us 52%. You have to understand, we charge them almost nothing. അമേരിക്കയുമായി ഇത് സംബന്ധിച്ച് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതായും കാര്യങ്ങൾ ശരിയായ ദിശയിൽ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാൻ ആകട്ടെ സീറോ താരിഫുകൾ എന്നൊരു ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുവാനും കൂടുതൽ തായ്വാൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപം ചെയ്യുവാനും തയ്യാറാണെന്ന് തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ് ടെ പറയുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരിക്കര, 24. പത്തനംതിട്ട കൊടുമൺ ഐക്കാട് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. പന്തളം സ്വദേശിനിക്കാണ് പരിക്കേറ്റത്. വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെ പുറത്തുനിന്നെത്തിയ യുവാവാണ് ആക്രമിച്ചത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ഈ കുത്തേറ്റ യുവതിയുടെ ആരോഗ്യനില എങ്ങനെ? അതായത് വിജയകുമാറിന് രാവിലെ 9 മണിയോട് കൂടിയാണ് പത്തനംതിട്ട കൊടുമൺ ഐക്കാട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ യുവതി ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന വീട്ടിലെത്തിയാണ് ഇത്തരത്തിലൊരു സംഭവം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വിജയ സോണി എന്ന സ്ത്രീക്കാണ് കുത്തേറ്റത്. ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിൽ വീട്ടിലെത്തി, ഈ യുവതി താമസിച്ചിരുന്ന വീട്ടിലെത്തി ഇത്തരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കുത്തേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്ന് സംബന്ധിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഈ ഭർത്താവിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് എന്തായാലും തീരുമാനം. വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. വിജയകുമാർ. യെസ്, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഇടുക്കി തൊടുപുഴയിൽ ബിസിനസ് പങ്കാളി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയത് ദൃശ്യം മോഡലിലെന്ന് 1-ാം പ്രതി ജോമോന്റെ ഫോൺ സംഭാഷണം. കൃത്യം നടത്തിയ ശേഷം സുഹൃത്തുക്കളോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് പോലീസിന് ലഭിച്ചത്. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വാനിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് തൊടുപുഴയിലെ ബിജു ജോസഫിന്റേതെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന് ലഭിച്ച തെളിവുകൾ. കൊലപാതകത്തിന് ശേഷം 1-ാം പ്രതി ജോമോൻ സുഹൃത്തുക്കളോടും ബന്ധുവിനോടും സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പോലീസ് കണ്ടെടുത്തത്. ദൃശ്യം 4-ാം ഭാഗം നടത്തിയെന്നും ആര് വിചാരിച്ചാലും മൃതദേഹം കണ്ടെടുക്കാൻ പറ്റില്ലെന്നുമാണ് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ജോമോന്റെ ശബ്ദം പോലീസ് തിരിച്ചറിഞ്ഞു. ശാസ്ത്രീയ പരിശോധന നടത്തി ശബ്ദം ആധികാരികമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള വോയിസ് ടെസ്റ്റ് ഉടൻ നടത്തും. കൊലപാതകത്തിന് ശേഷം ജോമോൻ ഫോണിൽ സംസാരിച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി നാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടായേക്കും. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ബാംഗ്ലൂർ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ഒമ്നി വാനിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. നേരത്തെ ഈ വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 ഇടുക്കി. കണ്ണൂരിൽ മുറിവേറ്റ ആനയെ എഴുന്നള്ളിപ്പിന് പങ്കെടുപ്പിച്ച സംഭവത്തിൽ ആനയെ തിരിച്ചയക്കാൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചു. ഇന്ന് വൈകിട്ട് ആനയെ തിരിച്ചു കൊണ്ടുപോകും. വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. 24 ഇമ്പാക്ട്. അപേക്ഷ മാനിച്ച്, അതായത് ഓരോ നിർദ്ദേശം മാനിച്ചിട്ട് നമ്മൾ ആനേനെ എഴുന്നള്ളിക്കുന്നില്ല. ഇനി വൈകുന്നേരം ആ വെയിൽ താഴ്ന്നു കഴിഞ്ഞാൽ ആനേൻ്റെ ആൾക്കാർ അത് മടക്കി കൊണ്ടുപോകും. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ആനേനെ പങ്കെടുപ്പിക്കാം. പിന്നെ ആന അങ്ങനെ ഒരു കാഴ്ചക്കോ ഇതെല്ലാം നമുക്കങ്ങനെ ഒരു ആനേനെ പറ്റിയൊരു തോന്നിയിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളിങ്ങനെ ഇത് കണ്ടുകൊണ്ട് നമ്മളൊരു അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പേരാ മോശമാവുക. ഇതിൽ കുറച്ചൊരു വേദനയുണ്ട് നിങ്ങൾ ഈ ചെയ്തതിൽ, അത്രയാണ്.
അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുണ്, ഇതിൽ ഇപ്പോൾ ആനയെ തിരികെ കൊണ്ടുപോകുന്നു എന്നതിനപ്പുറത്തേക്ക് നാട്ടാന പരിപാലന ചട്ടമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ലംഘനമാണ് ഈ വയ്യാത്ത ആനയെ എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് തുടർ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരില്ല. ഇപ്പോൾ തളാപ്പ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വാർത്തകൾ വന്നതിലെന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകേണ്ടി വരില്ലേ കൂടുതൽ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പിൻ്റെ ഒരു അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ പ്രാഥമികമായ വിവരശേഖരണം ഉൾപ്പെടെ ആ ക്ഷേത്രത്തിലെത്തി ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർ അന്വേഷണവും അതിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടവർ അങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കേട്ടത് ക്ഷേത്ര ഭരണസമിതിയുടെ അവരുടെ വിശദീകരണമാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഫിറ്റ്നസ് ഉണ്ട്. അതായത് ഈ ആനയുടെ ഉടമ ഫിറ്റ്നസ് അവർക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് വനം വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് എഴുന്നള്ളിപ്പിന് അവർക്ക് അനുമതി ലഭിച്ചത്. എല്ലാ നിയമപരമായ അനുമതിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ക്ഷേത്ര ഭരണസമിതി വിശദീകരിക്കുന്നത്. പക്ഷേ അവിടെ അന്നേരം അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, ആ ആനയുടെ ആ മുറിവുകൾ കണ്ടതാണ്. പഴുത്ത് അതായത് കാലിനുള്ള മുറിവെല്ലാം പഴുത്തൊലിച്ചിട്ടുണ്ട്, ശരീരത്താകെ മറ്റ് വ്രണങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആനയ്ക്ക് എങ്ങനെയാണ് ഫിറ്റ്നസ് നൽകിയത്? ഈ ഫിറ്റ്നസ് പ്രകാരം എങ്ങനെയാണ് ആ എഴുന്നള്ളിപ്പിന് അനുമതി, നിലവിലെ ചട്ടങ്ങൾ പ്രകാരമുള്ള അനുമതി നൽകിയത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വനം വകുപ്പ് തന്നെയാണ് ഇതിന് ഫിറ്റ്നസ് നൽകേണ്ടത്. എന്തായാലും ആ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള നിയമപ്രകാരമുള്ള നടപടികൾ ഇതിലുണ്ടാകും എന്നതാണ്. ക്ഷേത്ര ഭരണസമിതി അവർക്ക് ചില വിഷമം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എന്ന പ്രതികരണമാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, വളരെ വേദനാജനകമായ ദൃശ്യങ്ങളാണ്. വളരെ ക്രൂരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്ര മുറിവേറ്റ ഒരു ആനയെ 3 മണിക്കൂറോളം എഴുന്നള്ളിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വിശദീകരണം എത്രത്തോളം നിലനിൽക്കും എന്നതുകൂടി ഒരു നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. എന്തായാലും വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആനയെ തിരിച്ചയക്കുകയാണ് എന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും ആ വഴിക്ക് നിയമപരമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര കോട്ടുക്കൽ ക്ഷേത്രത്തിലെ ഗണഗീത വിവാദത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉപദേശക സമിതി പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടിയെടുക്കും. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. കൊട്ടാരക്കര AC-യുടെ കീഴിലാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇന്നലെ തന്നെ കൊട്ടാരക്കര AC-യോട് റിപ്പോർട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ മെനഞ്ഞാന്ന് തന്നെ ഇത് പെട്ടിരുന്നു. അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസറോട് ഉപദേശക സമിതിക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഈ ഗണഗീതവും സംഭവിക്കുന്നത്. അപ്പോൾ വീണ്ടും സബ് ഗ്രൂപ്പ് ഓഫീസറോട് ഒരിക്കൽ കൂടി ഒരു ഷോക്കോസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ഉപദേശക സമിതി ഇപ്പോൾ 2 തട്ടിലായി. ഒരു വിഭാഗം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് കൊട്ടാരക്കര AC-യിൽ നിന്ന് കിട്ടും. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ കോടതി നിർദ്ദേശപ്രകാരം തന്നെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന്. സുജിത്ത്, ഇപ്പോൾ കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിവാദത്തിന് പിന്നാലെ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ, ചില നിരീക്ഷണങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. അത് ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. എത്ര കടുത്ത നടപടികളിലേക്ക് പോകാനാണ് സാധ്യത? വിജയകുമാർ, തീർച്ചയായും കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപന വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ള കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രാദേവി ക്ഷേത്രത്തിലും സമാനമായി ഗണഗീതം ആലപിച്ച് ഗാനമേളയ്ക്കിടെ ഗണഗീതം ആലപിച്ച ഒരു വിവാദമായി മാറിയത്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഇത് കൊട്ടാരക്കര ദേവസ്വത്തിൻ്റെ കൊട്ടാരക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണറോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ്. അതിന്റെ ഭാഗമായിട്ട് AC അത്യാവശ്യമായ അസിസ്റ്റന്റ് കമ്മീഷണർ വിശദീകരണം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് തന്നെ നൽകണമെന്നാണ്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയെ പിരിച്ചുവിടുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇതേ ക്ഷേത്രത്തിൽ തന്നെ കാവിക്കൊടികൾ കെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കൂടിയുണ്ട്. ആ പരാതിയിലും വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള
ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ ഒരു ഉപദേശക സമിതിക്കും ഒരു നിറത്തിലുമുള്ള കൊടിയില്ല. ഇത്തരത്തിൽ കാവിക്കൊടികൾക്കും മറ്റു നിറത്തിലുള്ള കൊടികൾക്കും കീഴിൽ ദേവസ്വം ഉപദേശക സമിതിയുടെ ഒരു പേര് എഴുതി വെക്കുന്ന രീതിയാണുള്ളത്. അത് വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് തന്നെ ഒരു ഓൺലൈൻ മീറ്റിംഗും ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗും വിളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടുന്നതുൾപ്പെടെ ഉള്ള കടുത്ത നടപടികളിലേക്ക് പോകും. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.